കോതമംഗലത്തിനടുത്തുള്ള കുട്ടമ്പുഴയിൽ നിന്നാണ്. സത്രപ്പടിയിൽ കാട്ടാനക്കൂട്ടത്തിൻ്റെ നീരാട്ട് നടക്കുകയാണ്. രണ്ട് വലിയ ആനകളും രണ്ട് കുട്ടിയാനകളും നീരാട്ടിനുണ്ട്. കാട്ടാനക്കൂട്ടത്തെ കാണാൻ നിരവധി ആളുകളും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നീരാടുവാൻ കുട്ടമ്പുഴയിൽ നീരാടുവാൻ എഴുതിയതല്ല ഇവിടെ. ആഹാ, എന്താ രസം. തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ലാൽകൃഷ്ണൻ, എപ്പോഴാണ് ഈ നീരാട്ടിന് ഇറങ്ങിയത് നമ്മുടെ കുട്ടിയാനകൾ? വലിയ ആനയുണ്ടല്ലേ, പറയും. മൊത്തം 4 ആനയുണ്ട്. 2 കുട്ടിയാനകളും 2 വലിയ ആനകളുമാണ് ഈ നീരാട്ടിന് വേണ്ടി ഇറങ്ങുന്നത്. ഇത് സാധാരണഗതിയിൽ വേനൽക്കാലത്തൊക്കെ ഇവിടെ സ്ഥിരമുള്ളൊരു കാഴ്ചയായിരുന്നു. മഴ വലിയ കാര്യമായിട്ട് ശക്തിയാകുന്നതിന് മുമ്പും കുട്ടമ്പുഴയിലെ സത്രപ്പടിയിൽ ഈ പുഴയിൽ കുട്ടമ്പുഴയിൽ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് കാട്ടാനകൾ എത്തുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ഒന്നല്ല, ഒരു കൂട്ടം ആനകളുണ്ട്. ഇപ്പം നമ്മൾ 4 ആനകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ സാധാരണഗതിയിൽ എത്താറുള്ളത് ഒരു 10-15 ആനകളുള്ള ഒരു കൂട്ടമാണ് എത്താറ്. അവിടെ ഒരു ചെറിയ തുരുത്തുണ്ട്. ആ തുരുത്തിൽ വന്ന് അവിടെ നിന്ന് പുല്ലും ഈറ്റയും എല്ലാം കഴിച്ച് ആ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച് അവിടെ കുളിച്ച് അവിടെ നിന്ന് തിരിച്ച് കാട്ടിലേക്ക് പോകും. ആർക്കും ഉപദ്രവമൊന്നുമില്ല. പക്ഷേ ഈ ഭാഗത്തോടി പോകുന്ന ആളുകൾക്ക് ഇത് വലിയ കൗതുക കാഴ്ചയാണ്. അങ്ങനെ പലരും ഈ വീഡിയോകൾ എടുത്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയതിനു ശേഷം ഇത് കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് പേര് വരുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാവിലെയാണ് എത്താറുള്ളത്. അപ്പം നമ്മളൊരു തവണ ഫോറസ്റ്റുകാർ വിളിച്ചിട്ട് ഇത്തരത്തിൽ ആനകൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു ആർക്കും ഒരു ഉപദ്രവമില്ല, അത് കാട്ടിൽ നിന്ന് വന്നു പോകുന്ന ആനകൾ മാത്രമാണ്. ലാൽകൃഷ്ണൻ, ആ പടയപ്പയുടെ വാർത്തയും കൂടെ വരുന്നുണ്ടല്ലോ. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നാശം വിതച്ചു എന്ന രീതിയിൽ ഈ കാട്ടുകൊമ്പന്റെ ആക്രമണം കൊണ്ട് അരുവിക്കാട്, പച്ചക്കാട് ഡിവിഷനുകളിൽ വ്യാപകമായ കൃഷി പോയി. എൻ്റെ ദൃശ്യമാണ് കാണുന്നത്. ഈ വരുന്നത് പടയപ്പയാണ്. ഈ പടയപ്പ കുറച്ച് ദിവസമായിട്ട് പടയപ്പ എന്ന് പറഞ്ഞ് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നുണ്ട്. പറയൂ ലാൽകൃഷ്ണൻ. എസ്കിനി, പടയപ്പ ഒരു ഘട്ടത്തിൽ ഒരു കാലം മുമ്പ്, കുറച്ച് നാൾ മുമ്പ് വരെ വളരെ ശാന്തനായിരുന്നു. ആരെ ഉപദ്രവിക്കാറോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോയിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് പടയപ്പയുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സൈലന്റ് വാലി, പച്ചക്കാട് മേഖലകളിലെല്ലാം തന്നെ ചെറുതല്ലാത്ത രീതിയിൽ തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. തോട്ടം തൊഴിലാളികൾക്ക് തോട്ടത്തിൽ പോയി പണിയെടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് പടയപ്പയുടെ ഈ വിഹാരം തുടരുന്നത്. സാധാരണ വേനൽക്കാലത്ത് പടയപ്പ ഇത്തരത്തിൽ നാട്ടിലേക്ക് ഇറങ്ങി ഇച്ചിരി പരാക്രമമൊക്കെ കാണിച്ച് ആളുകളെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് കാട്ടിലേക്ക് പോകുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. മഴക്കാലമാകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും കാട്ടിൽ വെള്ളവും ഭക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഒരു RRT സംഘം ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് തോട്ടം തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പരാമർശം. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ അവിടെ ഉണ്ടായിരുന്ന തോട്ടത്തിൽ നിന്ന് വാഴയെല്ലാം നശിപ്പിച്ച് അതിലൊരു വാഴയുമായി പുറത്തോട്ട് വന്ന് അത് കഴിച്ച് ആ എസ്റ്റേറ്റിന്റെ പരിസരത്ത് കൂടി കറങ്ങി നടക്കുന്നതാണ്. ഇപ്പം നിലവിൽ പച്ചക്കാട് ഡിവിഷനിലാണ് ഉള്ളത്. അരുവിക്കാട് ഡിവിഷനിലും ഇതേ രീതിയിൽ തന്നെ നാശം വിതച്ചിട്ടുണ്ട്. സൈലന്റ് വാലി മേഖലയിലും ഇതൊക്കെ തന്നെയായിരുന്നു ക്രിയയായിട്ടുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ മറയൂരിൽ പശുക്കൾക്ക് സൂക്ഷിച്ചു വെച്ച പുല്ല് പോലും പടയപ്പ എടുത്ത് കഴിച്ചിട്ട് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിൽ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ശല്യക്കാരനായ ഒരു ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പടയപ്പ. ഞാൻ പറഞ്ഞ പോലെ 2 ആഴ്ചയായിട്ട് പടയപ്പ ജനവാസ മേഖലയിലാണ്. കാട് കയറ്റാനുള്ള നടപടി വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം.